പീരുമേട് പ്ലാക്കത്താനം ആദിവാസി മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷം. 4 വീടുകൾക്ക് നേരെ ശനിയാഴ്ചയും ആക്രമണമുണ്ടായി. ജനങ്ങൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. നിതിൻ തോമസ് ചേരുന്നു. അതിനു മുൻപ് നമുക്കൊരു പ്രതികരണം കേൾക്കാം. കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ തന്നെ 4 വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ജനങ്ങളാകെ ഭീതിയിലാണ്. നിതിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി. നിതിൻ, അവിടെ ജനങ്ങളാകെ ഭീതിയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പടക്കം പൊട്ടിച്ചും മറ്റും ഈ ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. വനം വകുപ്പ് എന്താണ് പറയുന്നത്? ഇക്കാര്യത്തിലൊക്കെ വനം വകുപ്പ് ഇടപെടുന്നുണ്ടോ? മോത്തി പീരുമേട് ഭാഗത്തോട് ചേർന്ന വനമേഖലയാണ്. വനമേഖലയിൽ നിന്ന് അധികം ദൂരമില്ല. പക്ഷേ ഈ മേഖലയിൽ നാളുകളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടം ഈ കർഷകരുടെ പുരയിടങ്ങളിലും മറ്റും വിളകൾ വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല കർഷകരും കൃഷി ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പീരുമേട്, പ്ലാക്കത്തടം, തോട്ടപ്പുര മേഖലകളിലായി നിരവധി ആനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ തന്നെ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആനകൾ ഇറങ്ങുന്ന സമയത്ത് വനം വകുപ്പിന്റെ RRT സംഘം എത്തുകയും ആനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്തുകയും ചെയ്യും. പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഈ ആനകൾ കൂട്ടമായി തന്നെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു പതിവും കണ്ടുവരികയാണ്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലും ഈ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടത്ത് കാട്ടാനക്കൂട്ടം എത്തുകയും 4 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത്. ജനൽ ചില്ലകൾ കാട്ടാന അടിച്ചു തകർത്തു. അതുപോലെ തന്നെ ഒരു ഷെഡ്, ബേക്കറി സാധനങ്ങൾ സൂക്ഷിക്കാനായി വെച്ചിരുന്ന ഒരു ഷെഡ് പൂർണ്ണമായും തകർത്തു. അത്തരത്തിൽ 4 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു കാട്ടാന ആക്രമണത്തിൽ. ഈ മേഖലയിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഈ കാട്ടാനകൾ ഈ മേഖലകളിലൊക്കെ തന്നെ ഇറങ്ങുന്നുണ്ടെങ്കിലും ആക്രമണം പതിവില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ മേഖലകളിൽ കാട്ടാന ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മോത്തി.